ബിയുടെ കരണം പുകച്ച് ആദർശ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ നാഗേന്ദ്രനും ആദർശും പരസ്പരം കൊമ്പുകോർക്കുകയും മുഖാമുഖം കണ്ടെത്തുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയൂട്ടോ. നമ്മുടെ നാഗേന്ദ്രനാണെങ്കിൽ വീണ്ടും ആദർശിൻ്റെയും മൂർത്തിസ് ജ്വല്ലറിയുടെയും അനന്തപുരിയുടെയും മുൻപിൽ തോറ്റ് തല താഴ്ത്തി നിൽക്കുകയാണ്. ഇതേ സമയം താനിനി നേരിട്ടിറങ്ങി കളിച്ചാലേ ലക്ഷ്യം കാണാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന നമ്മുടെ അബിയുടെ അച്ഛനായ നാഗേന്ദ്രൻ കളിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആദ്യം തന്നെ സത്യം തിരിച്ചറിയുന്നത് നമ്മുടെ ആദർശിൻ്റെ സഹായിയാണ് തൻ്റെ കമ്പനിയിലുള്ള പുതിയ ഫാഷൻ ഡിസൈനർ എന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അവൾക്കിട്ട് നല്ല തല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ എങ്ങനെയെങ്കിലും മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കണമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ആദർശ് വീണ്ടും എല്ലാം തിരികെ നേടി നിൽക്കുന്ന ആ സമയം അഭിയാണെങ്കിൽ ആദർശിൻ്റെ മുൻപിലേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതായത് തൻ്റെ അങ്കിളായ നാഗേന്ദ്രനെ വെല്ലുവിളിക്കാനേ പറ്റുകയുള്ളൂ, തല്ലാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അബിയുടെ കരണത്ത് ആഞ്ഞടിക്കുന്ന നമ്മുടെ ആദർശിനെ കാണാനായിട്ട് കഴിയും. അബിയാണെങ്കിൽ ഇവൻ എന്തിനെ തല്ലിയേ, നീ എന്തിനെ തല്ലിയേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുന്നത് കാണാം. ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിപ്പിനാടാ. മേലിൽ നീ ഇനി ഹേൻ ജ്വല്ലറിയുടെ കൂടെ കൂടി നിൻ്റെ അനന്തപുരി തറവാടായ മൂർത്തിസ് ജ്വല്ലറിയായ ഞങ്ങളുടെ കമ്പനിയെയും തറവാടിനെയും നശിപ്പിക്കാനായിട്ട് നിൻ്റെ അച്ഛൻ്റെ കൂടെ കൂടരുത് എന്ന് താക്കീത് ചെയ്യുന്നതും കാണാനായിട്ട് കഴിയുന്നു.